നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് പൂളിലോട്ട് ഇറങ്ങി. ബിക്കോസ് പറഞ്ഞല്ലോ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരായിരുന്നു ഇത്ര നേരം പൂളിൽ. അതുകൊണ്ട് പക്കാ സൺസെറ്റ് നമുക്ക് കിട്ടിയില്ല. പൂളിലിറങ്ങി വീഡിയോ എടുക്കാന്നൊക്കെ വെച്ചേ, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞ് അവരൊക്കെ പോയപ്പോഴാണ് നമ്മളൊന്ന് പതിയെ, അതും 7-7:30 ആവാറായിരുന്നു. അപ്പോൾ 7:30 അവർ പൂള് ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചുമ്മാ പെട്ടെന്നൊന്ന് ഇറങ്ങി ഒരു 10 to 20 മിനിറ്റ്സ് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വന്നു കേട്ടോ. ഇൻഫിനിറ്റി പൂളാണ് ആ വ്യൂ. ഈ കാണുന്ന വ്യൂ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്റ്റേയിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ പൂളിനൊന്നും വലിയ ആഴമില്ല, ബിക്കോസ് എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് കൈ കൊണ്ടിട്ട് ആക്ഷൻ കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചത് പക്കാ മൂന്നാർ സെൻറ്ററിലോ അത് മുകളിൽ കയറിയിട്ടോ അല്ല. ഇത് മറ്റേ പറയാൻ എനിക്കറിയില്ല. മൂന്നാറിലോട്ട് ഇവിടെ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഡ്രൈവിംഗ് കൂടി ഉണ്ട്, ഇത് മൂന്നാർ സെൻറ്ററിലോട്ട്. അപ്പോൾ ഇവിടെ അത്ര തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല കാറ്റ് രാത്രി ഉണ്ടായിരുന്നു. ഭീകര തണുപ്പുമില്ല. അതായത് ഇപ്പോൾ കുട്ടികളെയോ അല്ലാന്നുണ്ടെങ്കിൽ മുതിർന്ന പാരൻസിനെയൊക്കെ കൊണ്ടുപോകണവർക്ക്